إن الحمد لله نحمده ونستعينه ونستغفره ونؤمن به ونتوكل عليه ونعوذ بالله من شرور أنفسنا ومن سيئات أعمالنا من يهده الله فلا مضل له ومن يضلل فلا هادي له وأشهد أن لا إله إلا الله وحده لا شريك له وأشهد أن محمدا عبده ورسوله أرسله بالهدى ودين الحق ليظهره على الدين كله ولو كره المشركون اللهم صل على محمد وعلى آل محمد كما صليت على إبراهيم وعلى آل إبراهيم إنك حميد مجيد اللهم بارك على محمد وعلى آل محمد كما باركت على إبراهيم وعلى آل إبراهيم إنك حميد مجيد أما بعد فإن خير الكلام كلام الله وخير الحديث كتاب الله وخير الهدي هدي محمد صلى الله عليه وسلم وشر الأمور محدثاتها وكل محدثة بدعة وكل بدعة ضلالة وكل ضلالة في النار. أعوذ بالله من الشيطان الرجيم. بسم الله الرحمن الرحيم. يا أيها الذين آمنوا اتقوا الله حق تقاته ولا تموتن إلا وأنتم مسلمون. يا أيها الناس اتقوا ربكم الذي خلقكم من نفس واحدة وخلق منها زوجها وبث منهما رجالا كثيرا ونساء واتقوا الله الذي تساءلون به والأرحام إن الله كان عليكم رقيبا. يا أيها الذين آمنوا اتقوا الله وقولوا قولا سديدا يصلح لكم أعمالكم ويغفر لكم ذنوبكم ومن يطع الله ورسوله فقد فاز فوزا عظيما. إن هذا القرآن يهدي للتي هي أقوم. اللهم رب اشرح لي صدري ويسر لي أمري واحلل عقدة من لساني يفقهوا قولي. അള്ളാഹുവിന്റെ ഭവനത്തിൽ ഒരുമിച്ച് കൂടിയിരിക്കുന്ന സത്യവിശ്വാസികളെ, വിശ്വാസിനികളെ, കാരുണ്യവാനായ റബ്ബ് നമ്മളുടെ ഓരോ അമൽ സ്വാലിഹാത്തുകളും നമ്മിൽ നിന്നും സ്വീകരിക്കുകയും ജീവിതത്തിൽ സംഭവിച്ചു പോയ പാപങ്ങൾ വിട്ടുപുറത്ത് മാപ്പാക്കി തരികയും ചെയ്ത് സ്വർഗത്തിന്റെ ഉന്നതമായ ദർജകളിൽ നമ്മെ ഏവരെയും പ്രവേശിപ്പിച്ച് നമ്മെ അനുഗ്രഹിക്കുമാറാകട്ടെ. സഹോദരങ്ങളെ, റമദാനിന്റെ പുണ്യദിനങ്ങൾ ഓരോന്നായി കൊഴിഞ്ഞു പോയിക്കൊണ്ടിരിക്കുകയാണ്. പുണ്യ റമദാനിൽ പോലും നമ്മുടെ കാതുകളിലേക്ക് വന്നലേക്കുന്ന വാർത്തകൾ ഏറെ ഭീതിജനകമാണ്. സങ്കടങ്ങൾ നിറഞ്ഞ, ഭയാനതകൾ നിറഞ്ഞ ഓരോ പ്രഭാതങ്ങളായിക്കൊണ്ട് പലപ്പോഴും റമദാനിന്റെ പ്രഭാതങ്ങളും മാറിക്കൊണ്ടിരിക്കുകയാണ്. പ്രായഭേദമില്ലാതെ, വ്യത്യാസമില്ലാതെ ലഹരിക്കും അത്തരത്തിലുള്ള മ്യൂസിക് ബാൻഡുകൾക്കും സംഗീതങ്ങൾക്കും സിനിമകൾക്കും ലിബറൽ ചിന്താഗതികൾക്കുമൊക്കെ വ്യത്യസ്തമായ അഡിക്ഷനിൽ പെട്ടുപോയി ഒരു വലിയ സമൂഹത്തിലെ ഒരു വലിയ വിഭാഗം തന്നെ പലപ്പോഴും ഒരു കലാപഭൂമി പോലെ തോന്നിക്കുന്ന വിധത്തിൽ പ്രശ്നങ്ങൾ സൃഷ്ടിച്ചുകൊണ്ടിരിക്കുകയാണ്. നമ്മളൊക്കെ വളരെ പലപ്പോഴും നമ്മുടെ ഇടയിൽ പോലും നമ്മൾ ചർച്ച ചെയ്തിട്ടുണ്ടാകും. സ്വന്തം സഹപാഠിയെ
നിഷ്ഠൂരം കൊല ചെയ്തിട്ട് സോഷ്യൽ മീഡിയയിലൂടെ തന്റെ സുഹൃത്തുക്കൾക്ക് അയച്ചു കൊടുത്ത വോയിസുകൾ വളരെ ലാഘവത്തോടുകൂടിയും നിസ്സാരമായിട്ടും ഇത്തരത്തിലുള്ള കുറ്റകൃത്യങ്ങൾ ചെയ്യുകയും അതിൽ നിർഭയത്വം, ഒരു ഭയവുമില്ലാതെ, പേടിയുമില്ലാതെ മുന്നോട്ട് പോകുന്ന ഈ ഒരു തലമുറ സത്യത്തിൽ വളരെ ഭയാനകമായ ചില സന്ദേശങ്ങളാണ് നമുക്ക് നൽകുന്നത്. പലപ്പോഴും ഇത്തരത്തിലുള്ള ആളുകളുടെ സഞ്ചാരം എങ്ങോട്ടാണ്, ഇവരുടെ ഈ ഒരു പോക്ക് എങ്ങോട്ടാണ് എന്ന് നമ്മൾ പലപ്പോഴും ഉത്തരമില്ലാത്ത ചില ചോദ്യങ്ങൾ ചോദിച്ചുകൊണ്ടിരിക്കുന്നുണ്ട്. പലപ്പോഴും കുട്ടികളുടെ മേലുള്ള ശിക്ഷാരീതികളുടെയൊക്കെ കുറവ്, അല്ലെങ്കിൽ ചില അടക്കും ചിട്ടയും ഒക്കെ കൃത്യമായിട്ടും പഠിപ്പിക്കേണ്ട രൂപത്തിൽ പഠിപ്പിക്കാത്തതിന്റെയൊക്കെ ചില കുറവ് കാണുന്നുണ്ടോ എന്ന് പോലും നമ്മൾ സംശയിക്കേണ്ടിയിരിക്കുന്നു. യഥാർത്ഥത്തിൽ ഇത്തരത്തിലുള്ള ഒരു യുവതലമുറയെ എങ്ങനെ രക്ഷപ്പെടുത്താമെന്ന് നമ്മുടെ നിയമസഭ പോലും മറ്റുള്ള നടപടികളൊക്കെ മാറ്റിവെച്ച് ഈ ഒരു വിഷയം മാത്രം എടുത്ത് ചർച്ച ചെയ്യേണ്ട ഒരു സാഹചര്യമാണ് കേരളത്തിൽ ഇപ്പോൾ ഉണ്ടായിക്കൊണ്ടിരിക്കുന്നത്. പ്രിയമുള്ളവരെ, നമ്മൾ നിലകൊള്ളുന്ന ഈ ഒരു പരിശുദ്ധമായ മാസം, എന്തിനാണ് അല്ലാഹു ഈ മാസത്തെ ഇത്രമാത്രം പരിശുദ്ധമാക്കിയതെന്നും ഈ മാസത്തിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല നോമ്പെടുക്കാൻ കൽപ്പിച്ചത് എന്ന് നമുക്കറിയാം. ഇവിടെ എണ്ണിപ്പറഞ്ഞ ഒരുപാട് അരാജകത്വങ്ങൾക്കും ഒരുപാട് അക്രമങ്ങൾക്കും ലഹരിക്കുമൊക്കെ അടിമപ്പെട്ട ഒരു സമൂഹത്തെ നന്മയിലേക്ക് പിടിച്ചുകൊണ്ടുവന്ന പരിശുദ്ധ ഖുർആനിന്റെ അവതീർണമായ പരിശുദ്ധ ഖുർആൻ അവതരിപ്പിച്ച മാസമാണ് റമദാൻ എന്നുള്ളത് കൊണ്ട് ഇന്ന് നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്ന ഈ പ്രശ്നങ്ങൾക്കെല്ലാം യഥാർത്ഥത്തിൽ പരിഹാരമുണ്ട്. ചെറിയ കുഞ്ഞുങ്ങൾ മുതൽ മുതിർന്നവർ മുതൽ പ്രായാധിക്യത്തിൽ എത്തിയവർ വരെയുള്ള എല്ലാ മേഖലകളിലുമുള്ള ആളുകളുടെ ഒരു പ്രശ്ന പരിഹാരം എന്നോണമാണ് യഥാർത്ഥത്തിൽ പരിശുദ്ധ ഖുർആൻ അവതീർണമായിട്ടുള്ളത് എന്ന് നമുക്കറിയാം. ശഹ്റു റമദാൻ അല്ലദീ ഉൻസില ഫീഹിൽ ഖുർആൻ ഹുദൽ ലിന്നാസ് വബയ്യിനാത്തിൻ മിനൽ ഹുദാ വൽ ഖുർആൻ. സത്യത്തെയും അസത്യത്തെയും വേർതിരിച്ച് സുവ്യക്തമായ തെളിവുകളുമായി കൊണ്ട് അള്ളാഹു പരിശുദ്ധ ഖുർആൻ അവതരിപ്പിച്ച മാസമാണ് റമദാൻ എന്നതിന്റെ പേരിലാണ് യഥാർത്ഥത്തിൽ നമ്മൾ നോമ്പനുഷ്ഠിക്കുന്നത്. അതുകൊണ്ട് തന്നെ ഖുർആന് ചിലത് പറയാനുണ്ട്. ഇത്തരത്തിൽ പലവിധ പ്രശ്നങ്ങൾ മുന്നിൽ കണ്ട് പലതും തടയിടാൻ കഴിയാതെ പകച്ചു നിൽക്കുന്ന സമൂഹത്തോട് യഥാർത്ഥത്തിൽ ഖുർആന് പലതും പറയാനുണ്ട്. അല്ലാഹു സുബ്ഹാനഹു വ തആല ആ ഖുർആനിനെ കുറിച്ച് പരിചയപ്പെടുത്തിയത് തന്നെ ഇന്ന ഹാദൽ ഖുർആന യഹ്ദി ലില്ലതി ഹിയ അഖ്വം. തീർച്ചയായും ഈ ഖുർആൻ നയിക്കുന്നത്, ഇത് ക്ഷണിക്കുന്നത് ഏറ്റവും നല്ലതിലേക്കാണ്, ഏറ്റവും ചൊവ്വായതിലേക്കാണ്. അതുകൊണ്ടാണ് പറഞ്ഞത് മനുഷ്യരുടെ രക്ഷയ്ക്ക് വേണ്ടി അള്ളാഹു അവതരിപ്പിച്ച ഈ ഖുർആനിലേക്ക് മടങ്ങുകയാണ് യഥാർത്ഥത്തിൽ ഇത്തരത്തിലുള്ള മുഴുവൻ പ്രശ്നങ്ങളുടെയും പോംവഴി എന്ന് നമ്മൾ മനസ്സിലാക്കണം. പരിശുദ്ധ ഖുർആനിൽ അല്ലാഹു തആല പറഞ്ഞു, അല്ലാഹു വലിയുൽ ലദീന ആമനു. അല്ലാഹു വിശ്വാസികളുടെ വലിയാണ്, രക്ഷാധികാരിയാണ്. ആ അല്ലാഹു നിർവഹിക്കുന്ന എന്താണ്? യുഖ്രിജുഹും മിനൽ ളുലുമാതി ഇലൻ നൂർ. അന്ധകാരത്തിൽ നിന്നും, അറിവില്ലായ്മയിൽ നിന്നും, തോന്നിവാസങ്ങളിൽ നിന്നും, വേണ്ടാത്തരങ്ങളിൽ നിന്നും, അത്തരത്തിലുള്ള മോശത്തരങ്ങളാകുന്ന അന്ധകാരങ്ങളിൽ നിന്നും സത്യത്തിലേക്ക്, ഏകദൈവ വിശ്വാസത്തിലേക്ക്, സന്മാർഗത്തിലേക്ക്, അത്തരം ഒരു പ്രകാശത്തിലേക്ക് നയിക്കുകയാണ് യഥാർത്ഥത്തിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല പരിശുദ്ധ ഖുർആനിലൂടെ ചെയ്യുന്നത്. എന്നാൽ ഇതിൽ നിന്നും പുറംതിരിഞ്ഞു നിൽക്കുന്നവർ, ഇതിനെ എതിരായി കാണുന്നവർ, മതത്തെ ഒരു വേലിക്കെട്ടിന്റെ അകത്തുള്ള ഒരു ജയില് പോലെ അത്തരത്തിലുള്ള ഒരു പ്രയാസം പിടിച്ച ഒരു ലോകമാണെന്ന് ഈ സമൂഹത്തിൽ പ്രചരിപ്പിക്കുന്നവർ, അത്തരത്തിലുള്ള മതത്തിന്റെ വേലിക്കെട്ടുകൾക്കും അപ്പുറം ചാടിക്കടന്ന് സ്വതന്ത്രമായ ഒരു ലോകത്തിലേക്ക് നമ്മൾ ആർത്തുല്ലസിച്ച് ആർമാദിച്ച് നടക്കണമെന്ന് പ്രചരിപ്പിച്ചുകൊണ്ട് സ്വതന്ത്രവാദവും ലിബറൽ ചിന്താഗതികളും ഈ സമൂഹത്തിൽ പ്രചരിപ്പിക്കുന്ന ആളുകളെ സംബന്ധിച്ചും നമുക്ക് കാണാം. വല്ലദീന കഫറൂ, ഇത്തരത്തിൽ സത്യവിശ്വാസത്തെ നിഷേധിക്കുന്ന ആളുകളെ സംബന്ധിച്ചിടത്തോളം ഔലിയാഉഹും താഗൂത്ത്, അവരെ സംബന്ധിച്ചിടത്തോളം അവരുടെ രക്ഷാധികാരികൾ ദുർമൂർത്തികളാണ്, പിശാചുക്കളാണ്. അത്തരത്തിലുള്ള ദുർമൂർത്തികളെ സംബന്ധിച്ചിടത്തോളം യുഖ്രിജൂനഹും മിനൻ നൂരി ഇലൽ ളുലുമാത്,
പരിശുദ്ധ ഖുർആനിലെ സൂറത്തുൽ ബഖറയിലെ വചനമാണ്. അവർ നയിക്കുന്നത് പ്രകാശത്തിൽ നിന്നും അന്ധകാരത്തിലേക്കാണ്. പ്രകാശമയമായ ഒരു ജീവിതം നയിക്കുന്നതിൽ നിന്നും അന്ധകാരത്തിലേക്ക് നയിക്കുകയാണ് അവർ ചെയ്യുന്നത്. ഉലൈക അസ്ഹാബുന്നാർ, അവർ നരകത്തിന്റെ ആളുകളാണ്. ഹും ഫീഹാ ഖാലിദൂൻ, അവർ അതിൽ നിത്യവാസികളായിരിക്കുമെന്നാണ്. അപ്പൊ നമ്മൾ അല്ലാഹുവിന്റെ ആളുകളായിരിക്കണോ? അതല്ല ഈ പറയുന്ന സ്വതന്ത്രവാദവും മറ്റുമൊക്കെ ഈ സമൂഹത്തിൽ പ്രചരിപ്പിച്ച് ലഹരിയുടെയും തോന്നിവാസങ്ങളുടെയും വേണ്ടാതരത്തിന്റെയും ഒക്കെ ആൾക്കാരായി നിൽക്കുന്നവരിലേക്ക് ചാഞ്ഞു പോവുകയാണോ വേണ്ടത്? പലപ്പോഴും അതൊരു വലിയ അപകടമായി നമ്മുടെ മുമ്പിൽ നിൽക്കുകയാണ്. അതുകൊണ്ട് നമുക്ക് എന്ത് ചെയ്യാൻ കഴിയും പ്രിയമുള്ളവരെ? നമുക്ക് എന്താണ് ചെയ്യാൻ കഴിയുക? നമ്മളെ സംബന്ധിച്ചിടത്തോളം ഈ പരിശുദ്ധ ഖുർആനിനെ പഠിക്കുക എന്നുള്ളത് നമ്മളുടെ ഒന്നാമത്തെ ബാധ്യതയാണ്. വിശ്വാസികൾ എന്ന നിലയിൽ നമ്മളുടെ ഒന്നാമത്തെ ബാധ്യത ഈ ഖുർആനിൽ നിന്നുള്ള അറിവ് നേടിയെടുക്കുക എന്നുള്ളതാണ്. കാരണം അറിവ് നേടുന്നവർക്ക് തിരിച്ചറിവുണ്ടാവുകയുള്ളൂ. അറിവുള്ളവരും അറിവില്ലാത്തവരും ഒരിക്കലും സമമാകുകയില്ല. അതുപോലെ തന്നെ തന്റെ അടിയാൻകളിൽ അല്ലാഹുവിനെ ഭയപ്പെടുന്നവർ അറിവുള്ളവരാണ്. അറിവ് നേടിയെടുക്കണം എന്നുള്ളതാണ്. അതിന് ഖുർആൻ പഠിക്കണം, ഖുർആൻ കേൾക്കണം, ഖുർആൻ പാരായണം ചെയ്യണം. അല്ലാഹു സുബ്ഹാനഹു വ തആല പറഞ്ഞു, ഖദ് ജാഅകും മിനല്ലാഹി നൂറുൻ വ കിതാബും മുബീൻ, തീർച്ചയായും നിങ്ങളിലേക്ക് വന്നിരിക്കുന്ന ഒരു പ്രകാശമാണ്. വ കിതാബും മുബീൻ, സുവ്യക്തമായ ഒരു ഗ്രന്ഥമാണ്. അതുകൊണ്ട് തന്നെ അതിനെ സ്വീകരിക്കാൻ തയ്യാറായാൽ അവരെ അല്ലാഹു സുബ്ഹാനഹു വ തആല നന്മയിലേക്ക് നയിക്കും. വയഹ്ദീഹിം ഇലാ സിറാത്തിൻ മുസ്തഖീം, അന്ധകാരങ്ങളിൽ നിന്നും പ്രകാശത്തിലേക്ക് നയിക്കും, ചൊവ്വായ പാതയിലേക്ക് നയിക്കും. അതുകൊണ്ട് തന്നെ ഈ അള്ളാഹുവിന്റെ ഗ്രന്ഥത്തെ പിൻപറ്റാനും പഠിക്കാനും ഉൾക്കൊള്ളാനും നമ്മൾ തയ്യാറാകണം. പ്രത്യേകിച്ചും ഖുർആൻ അവതീർണമായ ഈ റമദാനിൽ ഖുർആനിനെ നെഞ്ചോട് ചേർത്ത് വെക്കുക എന്നുള്ളത് ഒരു വിശ്വാസിയുടെ ബാധ്യതയാണ്. കാരണം ഇപ്പോൾ നമ്മുടെ ഇടയിൽ നടമാടിക്കൊണ്ടിരിക്കുന്ന ഇത്തരം തിന്മകൾക്കെതിരെ പോലും ഖുർആനിന്റെ ശബ്ദം നമുക്ക് കേൾക്കാൻ സാധിക്കും. അല്ലാഹു തആല പറയുന്നുണ്ട്, യാ അയ്യുഹല്ലദീന ആമനൂ, സത്യവിശ്വാസികളെ, ഇന്നമൽ ഖംറു വൽ മൈസിറു വൽ അൻസാബു വൽ അസ്ലാമു റിജ്സും മിൻ അമലി ശൈത്താൻ. ഓരോന്നും പറഞ്ഞു. മദ്യവും ചൂതാട്ടവും അതുപോലെ തന്നെ ശകുനപ്പിഴകളായി നമ്മൾ കൊണ്ടു നടക്കുന്ന അമ്പുകളും അത്തരത്തിലുള്ള എല്ലാ പ്രതിഷ്ഠകളും, ഇതെല്ലാം റിജ്സും മിൻ അമലി ശൈത്താൻ, ഇതൊക്കെ പിശാചിന്റെ പ്രവർത്തനങ്ങളിൽ നിന്നുള്ളതാണ്, അവന്റെ കുതന്ത്രങ്ങളിൽ നിന്നുള്ളതാണ്. ഫജ്തനിബൂഹു ലഅല്ലകും തുഫ്ലിഹൂൻ, ഇത്തരം മേഖലകളിൽ നിന്നും നിങ്ങൾ വിട്ടുനിൽക്കണം, അതിനെ വർജിക്കണം, എങ്കിൽ നിങ്ങൾ വിജയം വരിച്ചേക്കുമെന്ന് അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മളെ ഓർമ്മപ്പെടുത്തുന്നുണ്ട്. അതുകൊണ്ട് ഖുർആൻ എന്ന് പറയുന്ന ആ പരിശുദ്ധമായ വേദഗ്രന്ഥത്തെ ചേർത്തു വെക്കാൻ നമുക്ക് സാധിക്കണം. അതുപോലെ തന്നെ ഖുർആൻ പകർന്നു നൽകിയ വിശ്വാസം നമ്മൾ ഉൾക്കൊള്ളുകയും അത് മറ്റുള്ളവർക്ക് പങ്കുവെക്കുകയും ചെയ്യണം. എങ്കിലേ നമ്മൾ നിർഭയരായിരിക്കുകയുള്ളൂ. അല്ലാഹു സുബ്ഹാനഹു വ തആല പറഞ്ഞു, നിങ്ങളിലേക്ക് അല്ലാഹു പരിശുദ്ധ ഖുർആൻ അവതീർണമാക്കും. സ്വർഗത്തിൽ നിന്നും നമ്മുടെ ഉമ്മയെയും ബാപ്പയെയും പുറത്താക്കിയതിനു ശേഷം, അവരെ ഭൂമിയിലേക്ക് പാർപ്പിച്ചതിനു ശേഷം, എവിടെയാണോ പുറത്താക്കിയത്, എവിടെ നിന്നാണോ പുറത്താക്കിയത്, അവിടേക്ക് നിങ്ങൾക്ക് തിരിച്ചു പോകാം. ഒരു കണ്ടീഷൻ ഉണ്ട്. അല്ലാഹു തആല പറയുകയാണ്, ഫഇമ്മാ യഅതിയന്നകും മിന്നി ഹുദാ ഫമൻ തബിഅ ഹുദായ ഫലാ ഖൗഫുൻ അലൈഹിം വലാ ഹും യഹ്സനൂൻ. എന്നിൽ നിന്നും നിർദ്ദേശങ്ങൾ വരും, എന്നിൽ നിന്നും മാർഗനിർദ്ദേശങ്ങൾ വരും. അതിനെ നിങ്ങൾ പിൻപറ്റാനും ഉൾക്കൊള്ളാനും സ്വീകരിക്കാനും ഒക്കെ തയ്യാറാണെങ്കിൽ നിങ്ങൾ ദുഃഖിക്കേണ്ടി വരില്ല, നിങ്ങൾ പേടിക്കേണ്ടി വരില്ല. അതുകൊണ്ട് തന്നെ അള്ളാഹുവിന്റെ കൽപ്പനകളെ ലംഘിക്കാതെ, അനുസരണക്കേട് കാണിക്കാതെ, പുറംതിരിഞ്ഞു നിൽക്കാതെ അതിനെ സ്വീകരിക്കാൻ തയ്യാറാകണമെന്ന് ഇവിടെ അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മളെ പഠിപ്പിക്കുകയാണ്. അതുമാത്രവുമല്ല, ഈ ഖുർആൻ സമൂഹത്തെ സ്വാധീനിക്കണമെങ്കിൽ അതിന്റെ ആശയവും പ്രാധാന്യവും നമ്മൾ മനസ്സിലാക്കണം, അതിന്റെ വ്യാഖ്യാനം നമ്മൾ പഠിക്കണം. പലപ്പോഴും നമ്മൾക്ക് ഒന്ന് കൂട്ടിച്ചേർത്ത് വായിക്കാൻ പോലും പലപ്പോഴും നമുക്ക് പ്രയാസമാണ്. പലരും പ്രായമായി പോയോ എന്ന് വിചാരിക്കുന്നുണ്ട്. 30-40 ഒക്കെ പ്രായം കഴിഞ്ഞിട്ടാണ് സഹാബത്ത് ഈ ആദർശത്തിലേക്ക് വരുന്നത്.
ഖുർആൻ മനഃപ്പാഠമാക്കുന്നത്, ഖുർആൻ ഹൃദിസ്ഥമാക്കുന്നത്, അതിന്റെ വിശദീകരണം പഠിക്കുന്നത്, അത് മറ്റുള്ളവർക്ക് പകർന്നു കൊടുക്കുന്നതൊക്കെ ആ പ്രായത്തിലാണ്. അതുകൊണ്ട് നമുക്ക് പഠിക്കാൻ പറ്റും. പരിശുദ്ധ ഖുർആനിന്റെ ചോദ്യമുണ്ട്, ആവർത്തിച്ച് ഖുർആൻ ചോദിക്കുന്നുണ്ട്, അഫലാ യതദബ്ബറൂനൽ ഖുർആൻ, നിങ്ങൾ ഖുർആനെ കുറിച്ച് ഉറ്റാലോചിക്കുന്നില്ലേ? അം അലാ ഖുലൂബിൻ അഖ്ഫാലുഹാ, നിങ്ങളുടെ ഹൃദയം ആ വിഷയത്തിൽ പൂട്ടിട്ടിരിക്കുകയാണോ? നിങ്ങൾ പൂട്ടിവെച്ചിരിക്കുകയാണോ? മറ്റുള്ള എല്ലാ ദുനിയാവിന്റെ വിഷയത്തിലും നമ്മൾ ഓടി നടക്കും. മറ്റുള്ള എല്ലാ കാര്യങ്ങൾക്ക് വേണ്ടി നമ്മൾ പഠനം നടത്തും, താരതമ്യങ്ങൾ നടത്തും, എല്ലാ രൂപത്തിലും അന്വേഷണം നടത്തും. ഏറ്റവും നല്ലതിനെ തിരഞ്ഞെടുക്കാനുള്ള നമ്മളുടെ എല്ലാ രൂപത്തിലുള്ള നമ്മൾ അതിനെക്കുറിച്ച് പഠിക്കും. പക്ഷെ എന്തുകൊണ്ട് പരലോകത്തേക്കുള്ള യാത്രയിൽ, ദുനിയാവിനെ വിട്ടൊരിക്കൽ പോകേണ്ട ഒരു യാത്രയും ഒരിക്കലും അവസാനിക്കാത്ത പരലോകത്തേക്കുള്ള യാത്രയ്ക്ക് വേണ്ടി അല്ലാഹു തആല ഒരുക്കി തന്ന ആ യാത്രാ മാർഗം എളുപ്പമാക്കാനുള്ള വഴി, കാറ്റലോഗ്, അത് പഠിക്കാൻ എന്തുകൊണ്ട് നമുക്ക് കഴിയുന്നില്ല? അതുകൊണ്ടാണ് ഒരു ചിന്ത ഈ റമദാനിന്റെ മാസത്തിൽ, ഖുർആൻ അവതീർണമായ മാസത്തിൽ നമ്മളെ സംബന്ധിച്ചിടത്തോളം നമ്മൾ എത്രമാത്രം ആ ഖുർആനെ പഠിക്കാൻ നമുക്ക് സാധിച്ചിട്ടുണ്ട്? നമ്മളൊന്ന് ചിന്തിക്കുക. ഖബറിലെ 3 ചോദ്യങ്ങളുണ്ട്. ഖബറിലെ 3 ചോദ്യങ്ങളുണ്ട്. അതിൽ നമ്മളുടെ ഇമാം, നമ്മളുടെ മുന്നിൽ നിന്ന് നമ്മളെ നയിച്ചത് ആരാണെന്ന ചോദ്യത്തിന് മറുപടി പറയണമെങ്കിൽ ആ ഖുർആനിനെ നമ്മൾ അങ്ങനെ സ്വീകരിച്ചെങ്കിലേ പറ്റൂ. മുന്നിൽ നിന്ന ആളിനെ പിന്തുടർന്നെങ്കിലല്ലേ ഇമാം എന്ന് പറയാൻ പറ്റൂ. അങ്ങനെ പിന്തുടരാൻ നമുക്ക് സാധിച്ചിട്ടില്ല എങ്കിൽ എങ്ങനെ ആ ചോദ്യത്തിന് മറുപടി പറയാൻ പറ്റും? പ്രിയമുള്ളവരെ, അമാനി മൗലവിയുടെ തഫ്സീർ നമ്മുടെ വീടുകളിലുണ്ടോ? പരിശുദ്ധ ഖുർആനിന്റെ ആയത്തുകളെ ഓരോന്നിനെയും വർഷങ്ങൾ നീണ്ട വളരെ ത്യാഗസമ്പൂർണമായ ഒരു ജീവിതം നയിച്ചിട്ട് ആ ഖുർആനിന്റെ വ്യാഖ്യാനത്തിന് വേണ്ടി നീക്കി വെച്ചിട്ട് ആ അമാനി തഫ്സീർ, അതിലെ ഓരോ ആയത്തുകളും ഒന്ന് വായിച്ച് അതിന്റെ ആശയങ്ങളൊന്ന് പഠിക്കാൻ ഇവിടെ ഇരിക്കുന്ന നമ്മൾ എത്ര ആളുകൾ തയ്യാറായിട്ടുണ്ട്? അമ്മ ജുസു എങ്കിലും, പരിശുദ്ധ ഖുർആനിലെ 30ാമത്തെ ജുസു എങ്കിലും അതിന്റെ അർത്ഥവും ആശയമെങ്കിലും ഒന്ന് പഠിക്കാൻ നമുക്ക് സാധിച്ചിട്ടുണ്ടോ? ഇത്രയും കാലത്തിനിടയിൽ ഓരോന്നും നമ്മൾ ചിന്തിക്കേണ്ടതാണ്. ആയത്തുൽ കുർസി നമ്മൾ എത്ര ആളുകൾക്ക് അർത്ഥസഹിതം അറിയാം? അതും ഇവർ കാണാപ്പാടം പഠിച്ചവരാണോ നമ്മൾ? അതല്ല അതുപോലും പഠിക്കാത്തവരാണോ നമ്മൾ? നമ്മൾ ചിന്തിക്കേണ്ടതാണ്. സൂറത്തുൽ ഇഖ്ലാസ് വളരെ ചെറിയ അധ്യായമാണ്, വളരെ സിമ്പിളായി ആർക്കും ഓതാവുന്നതാണ്. അതിന്റെ ആശയം എത്ര ആളുകൾക്ക് അറിയാം? ഇഖ്ലാസ് എന്ന സൂറത്തിന്റെ ശ്രേഷ്ഠതകൾ ഒരുപാട് എണ്ണി റസൂലുള്ളാഹി പറഞ്ഞല്ലോ. എത്ര ആൾക്കറിയാം സൂറത്തുൽ ഇഖ്ലാസിന്റെ ശ്രേഷ്ഠത? അവ എവിടെയെല്ലാം പാരായണം ചെയ്യണം? ആയത്തുൽ കുർസി എവിടെയെല്ലാം പാരായണം ചെയ്യണം? ഇഖ്ലാസ് എവിടെയെല്ലാം പാരായണം ചെയ്യണം? അങ്ങനെ ഒരു ആഗ്രഹമെങ്കിലും നമ്മുടെ മനസ്സിലുണ്ടായിട്ടുണ്ടോ? നമ്മൾ ചിന്തിക്കണം. പരിശുദ്ധ ഖുർആൻ പഠിക്കണമെന്നും ഈ പ്രാധാന്യമർഹിക്കുന്ന ആയത്തുകളും സൂറത്തുകളും ഒക്കെ പഠിക്കണമെന്നും അതിന് എന്തുമാത്രം പ്രതിഫലമാണോ എന്റെ റബ്ബ് പറഞ്ഞിട്ടുള്ളത് ആ പ്രതിഫലം എനിക്ക് നേടിയെടുക്കണമെന്നും ഒക്കെ വിചാരിച്ചിട്ട് എനിക്ക് കഴിയുന്നത് പഠിക്കാമെന്ന് വിചാരിച്ചിട്ട് അങ്ങനെ ഒരു ആഗ്രഹമെങ്കിലും നമ്മുടെ മനസ്സിൽ ഉണ്ടായിട്ടില്ല എങ്കിൽ നമ്മളെ സംബന്ധിച്ചിടത്തോളം നമ്മൾ ഒരുപാട് മാറേണ്ടതുണ്ട് എന്നുള്ളതാണ്. ഇനിയും നമ്മൾ ഒരുപാട് ചിന്തിക്കേണ്ടതുണ്ട് എന്നുള്ളതാണ്. കാരണം പരിശുദ്ധ ഖുർആൻ അതൊരു ആത്മീയ മാധുര്യം നൽകേണ്ട ഒന്നാണ്. ഒരു ചടങ്ങ് കഴിക്കലല്ല, കേവലം ചില പേജുകൾ ഇങ്ങനെ മറിച്ച് ഓതിപ്പോകൽ മാത്രമല്ല, അതിൽ നിന്നും ഒരു മാധുര്യം ആസ്വദിക്കാനും അനുഭവിക്കാനുമുണ്ട്. ഉസ്മാൻ ഇബ്നു അഫ്ഫാൻ റളിയല്ലാഹു അൻഹു പറയുന്നുണ്ട്, ഹൃദയം ശുദ്ധമാണെങ്കിൽ, ഹൃദയം ശുദ്ധിയുള്ളതാണെങ്കിൽ ഖുർആൻ പാരായണത്തിൽ ഒരു വ്യക്തിക്ക് മതി വരൂല എന്നാണ്. ചിന്തിക്കണം. ഖുർആൻ പാരായണം എത്ര ചെയ്താലും ചെയ്യൂല. ഹൃദയശുദ്ധിയുള്ള ഒരാൾക്ക് അതുകൊണ്ട് മതി വരൂല. എത്ര വേണമെങ്കിലും പാരായണം ചെയ്യാൻ അവൻ ശ്രമിച്ചുകൊണ്ടേയിരിക്കും, കൊതിച്ചുകൊണ്ടേയിരിക്കും എന്നാണ്. നമ്മൾ ചിന്തിക്കണം. ഒരു റമദാൻ കഴിഞ്ഞ് അടുത്ത റമദാനിലേക്ക് നമ്മൾ കയറിയപ്പോൾ എത്ര പേജുകൾ നമ്മൾ ഓതിയിട്ടുണ്ട് ഖുർആനിൽ? കഴിഞ്ഞ റമദാൻ കഴിഞ്ഞിട്ട് ഈ റമദാനിലേക്ക് കയറുന്നതിന് മുമ്പ് എത്ര പേര് ഓതിയിട്ടുണ്ട്? ഈ റമദാൻ കയറിയതിനു ശേഷം എത്ര ജുസ് ആയി? നമ്മൾ ഒരു വട്ടമെങ്കിലും ഓതി തീർക്കണമെന്ന് നമ്മൾ എത്ര പേര് ആഗ്രഹിച്ചിട്ടുണ്ട്? കുറെ ചോദ്യങ്ങൾ നമ്മളിലേക്ക് ഇങ്ങനെ വന്നുകൊണ്ടിരിക്കും.
ഈ ചോദ്യങ്ങൾക്ക് ഉത്തരം കണ്ടെത്തുന്നിടത്താണ് പ്രിയമുള്ളവരെ നമ്മുടെ വിജയമുള്ളത്. മഹാനായ ഇബ്നു ഖത്താദ റളിയല്ലാഹു റഹിമഹുല്ലാഹ് അറിയപ്പെട്ട പണ്ഡിതനാണ്. അദ്ദേഹത്തിന്റെ ജീവിതചര്യയായിക്കൊണ്ട് നമുക്ക് കാണാൻ സാധിക്കും, പിന്നെ എല്ലാ 7 രാത്രികളിലും അദ്ദേഹം ഖുർആൻ ഓതി തീർക്കുമെന്നാണ്. 7 രാത്രി ഖുർആൻ ഓതി തീർക്കുമെന്നാണ്. അത് റമദാൻ ആകുമ്പോഴും അദ്ദേഹം 3 രാത്രി കൊണ്ട് ഓതി തീർക്കും. നമ്മൾക്ക് സ്വപ്നത്തിൽ അങ്ങനെ ചിന്തിച്ചിട്ടുണ്ടോ? അങ്ങനെ ചെയ്തിട്ടുണ്ടോ? നമ്മുടെ ജീവിതത്തിൽ 3 ദിവസം കൊണ്ട് ഖുർആൻ ഓതി തീർക്കാൻ കഴിയുക എന്ന് പറഞ്ഞാൽ അത്രത്തോളം അവർ അടുത്തു എന്നുള്ളതാണ്. അതിന്റെ ഒരു ഓരത്തെങ്കിലും എത്താൻ നമുക്ക് കഴിഞ്ഞാൽ മതി. അങ്ങനെ തന്നെ ചെയ്യാൻ കഴിഞ്ഞുകൊള്ളണമെന്നില്ല. ചിലപ്പോ അങ്ങനെ ചെയ്യാൻ കഴിയുന്നവരുണ്ട്, ചെയ്യുന്നവരുണ്ട്, ഇല്ല എന്നല്ല. പക്ഷേ അങ്ങനെയെങ്കിലും ഒന്ന് ചെയ്യാൻ. മഹാനായ ഇമാം ഷാഫി റഹ്മത്തുള്ളാഹിയെ കുറിച്ച് പറയുന്നതോ 60 തവണ റമദാനിൽ ഓതി തീർക്കുമെന്നാണ്. 60 തവണ ഓതി തീർക്കുമെന്ന്. ഒരു ദിവസം 2 തവണ ഖുർആൻ ഓതി തീർക്കുമെന്നാണ് ഇമാം ഷാഫി റഹ്മത്തുള്ളാഹി. ഒരു മനുഷ്യരാണ്, നമ്മളും മനുഷ്യരാണ്. അപ്പൊ ഇവിടെയാണ് നമ്മൾ ചിന്തിക്കേണ്ടത്. അതുപോലെ തന്നെ ഇമാം സുഫിയാൻ സൗരി റഹ്മത്തുള്ളാഹിയെ കുറിച്ച് പറയുന്നുണ്ട്. അദ്ദേഹം റമദാൻ ആയി കഴിഞ്ഞാൽ പിന്നെ വേറെ ഒന്നുമില്ല, വേറെ ഒരു പരിപാടിയുമില്ല, എല്ലാം ഒഴിവാക്കി ഖുർആനിലേക്ക് ചടഞ്ഞിരിക്കുമെന്നാണ് അദ്ദേഹത്തിന്റെ ജീവിതത്തെ കുറിച്ച് അറിയാൻ സാധിക്കുന്നത്. അപ്പോ നമ്മളെ സംബന്ധിച്ചിടത്തോളം ഇത്തരത്തിലുള്ള ഒരു അവസ്ഥയിലേക്ക് അല്ലെങ്കിൽ ഇതിന്റെ ഒരു ഓരത്തേക്കെങ്കിലും നമുക്ക് എത്താൻ സാധിക്കണം എന്നുള്ളതാണ്. മഹാനായ ഹസൻ ബസ്രി റഹിമഹുല്ലാഹ് പറഞ്ഞ ഒരു വാക്കുണ്ട്. അദ്ദേഹം പറയുകയാണ്, 3 കാര്യങ്ങളിൽ നിങ്ങൾ ജീവിതത്തിന് മാധുര്യം തിരക്കണം. 3 കാര്യങ്ങളിൽ നിങ്ങൾ ജീവിതത്തിന് മാധുര്യം തിരക്കണം. ഒന്ന് നമസ്കാരത്തിലാണ് നിങ്ങൾ മാധുര്യം കണ്ടെത്തേണ്ടത്. രണ്ടാമതായി കൊണ്ട് പറഞ്ഞു വഫൽ ഖുർആൻ. രണ്ടാമത് നിങ്ങൾ മാധുര്യം കണ്ടെത്തേണ്ടത് ഖുർആനിലാണ്. ഖുർആൻ പാരായണത്തിലും പഠനത്തിലുമാണ്. അതുപോലെ തന്നെ വഫൽ ദിക്ർ. മൂന്നാമതായി കൊണ്ട് നിങ്ങൾ തിരക്കേണ്ടത് ദൈവസ്മരണയിലാണ്, അള്ളാഹുവിനെ സ്മരിക്കുന്നതിലാണ്. എന്നിട്ട് അദ്ദേഹം പറഞ്ഞു, ഇതിൽ നിങ്ങൾ മാധുര്യം കണ്ടെത്തുകയാണെങ്കിൽ നിങ്ങൾ മുന്നോട്ട് പോകുക, സന്തോഷത്തോടെ പോയിക്കൊള്ളുക, സന്തോഷത്തോടെ നിങ്ങൾ പോയിക്കൊള്ളുക. അത് മാത്രമല്ല അദ്ദേഹം പറഞ്ഞു, ഇനി നിങ്ങൾക്ക് ഇതിലൊന്നും ഒരു മാധുര്യം കണ്ടെത്താൻ കഴിയുന്നില്ല എങ്കിൽ, ഇതിലൊന്നും ഒരു മാധുര്യം നിങ്ങൾക്ക് കണ്ടെത്താൻ കഴിയുന്നില്ലെങ്കിൽ നിങ്ങൾ ഉറപ്പിച്ചുകൊള്ളുക, നിങ്ങളുടെ കവാടം ഇതുവരെയും തുറന്നിട്ടില്ല, അത് പൂട്ടിക്കിടക്കുകയാണ്. ഹൃദയം തുറന്നിട്ടില്ല, മനസ്സ് തുറന്നിട്ടില്ല. നിങ്ങൾ അത്തരത്തിലുള്ള ഒരു ആത്മീയ നിർവൃതിയിലേക്ക് ഈ പറയപ്പെടുന്ന വിഷയങ്ങളിൽ എത്തിയിട്ടില്ല, ഇപ്പോഴും പൂട്ടിക്കിടക്കുകയാണ് എന്നാണ് ഹസൻ ബസ്രി റഹ്മത്തുള്ളാഹി പറഞ്ഞത്. അപ്പോ ചിന്തിക്കാൻ ഒരുപാട് കാര്യങ്ങളുണ്ട്, ആലോചിക്കാൻ ഒരുപാട് കാര്യങ്ങളുണ്ട്. ഞാനും നിങ്ങളുമൊക്കെ ആ വിഷയത്തിൽ എത്രത്തോളമാണ് ഉള്ളത് എന്ന് നമുക്ക് മാത്രമേ അറിയുള്ളൂ, അവരവർക്കേ അറിയുള്ളൂ. അവരവർ ചിന്തിക്കുകയും മാറിക്കൊണ്ട് ചിന്തിക്കുകയും ഈ ഖുർആനുമായുള്ള ഒരു ബന്ധം അത് ഇവിടം മുതൽ ഇനി ഇല്ല എങ്കിൽ ഇവിടം മുതൽ ഉണ്ടാക്കുകയും അത് നിലനിർത്തി പോരുകയും ചെയ്യുക. അതിന് മുൻഗാമികൾ നമുക്ക് മാതൃകയാണ്, സ്വഹാബത്ത് നമുക്ക് മാതൃകയാണ്. റബ്ബ് സുബ്ഹാനഹു വ തആല ആ രൂപത്തിൽ ഖുർആനിനോട് ഹൃദയബന്ധം ചേർക്കുന്ന, ആ രൂപത്തിൽ വിജയം വരിക്കുന്ന സൗഭാഗ്യം നമ്മെ എവരെയും ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാകട്ടെ. الحمد لله حمدا كثيرا طيبا مباركا فيه. الصلاة والسلام على أشرف الأنبياء والمرسلين وعلى آله وصحبه أجمعين. أما بعد اتقوا الله يا عباد الله. അള്ളാഹുവിനെ സൂക്ഷിച്ച് ജീവിക്കണമെന്ന് ഒരിക്കൽ കൂടി ഉണർത്തുകയാണ്, വസിയത്ത് ചെയ്യുകയാണ്. പ്രിയപ്പെട്ട വിശ്വാസികളെ, ഖുർആനിന്റെ ആ ഒരു വശ്യത അല്ലെങ്കിൽ അതിലേക്കുള്ള ഇറങ്ങിച്ചെല്ലൽ, അതിന്റെ ആഴങ്ങളിലേക്ക് ഇറങ്ങുക എന്നുള്ളത് പലപ്പോഴും പലതരത്തിലുമുള്ള മാറ്റങ്ങൾക്ക് വിധേയമാകുമെന്നുള്ളത് യാതൊരു സംശയമില്ല. റമദാൻ മാറാനുള്ളതാണ്. ഹൃദയം കൊണ്ടുള്ള മാറ്റം, സംസാരത്തിലുള്ള മാറ്റം, പെരുമാറ്റത്തിലുള്ള മാറ്റം, അങ്ങനെ സമൂഹത്തിൽ നമ്മൾ ഇടപെടുന്ന എല്ലാ മേഖലകളിലും ഒരു ഈമാനും ഒരു തഖ്വയും കൊണ്ടുവരലാണ് യഥാർത്ഥത്തിൽ ഈ റമദാൻ എന്ന് പറയുന്നത്. അത് മറ്റുള്ള മാസങ്ങളിലേക്കും ആ ഊർജത്തെ സംഭരിക്കൽ കൂടിയാണ് റമദാൻ. ഇതുകൊണ്ടൊന്നും ഇങ്ങനെയൊന്നും നമുക്ക് ഉണ്ടാകുന്നില്ല എങ്കിൽ നേരത്തെ പറഞ്ഞതുപോലെ ഒരു കൂട്ടിക്കിടക്കലാണ്.
ഇപ്പോ ഫുളൈൽ ഇബ്നു ഇയാദ് അദ്ദേഹത്തെ കുറിച്ച് പറയുന്നത് കാണാൻ സാധിക്കും. ഒരു കൊള്ളക്കാരനായിരുന്നു. വഴി കൊള്ള നടത്തി മറ്റുള്ളവരെ ശല്യപ്പെടുത്തി പണം കൊള്ളയടിക്കുന്ന ഒരു കൊള്ളക്കാരനായിരുന്നു. പക്ഷേ പരിശുദ്ധ ഖുർആനിന്റെ വചനങ്ങളിലൂടെ അദ്ദേഹം ഇസ്ലാമിലേക്ക് കടന്നു വന്ന് വളരെ അറിയപ്പെടുന്ന ശ്രേഷ്ഠനായ ഒരു മുസ്ലിമായി മാറുന്നത് നമുക്ക് കാണാൻ സാധിക്കും. ഉമർ റളിയല്ലാഹു അൻഹുവിന്റെ ചരിത്രമൊന്നും പറയേണ്ട കാര്യമില്ല. മദ്രസയുടെ ആദ്യകാലം മുതൽ അല്ലെങ്കിൽ ഈ ദീനി പാഠങ്ങളുടെ തുടക്കകാലം മുതൽ നമ്മൾ പഠിക്കുന്നതാണ് ഉമർ റളിയല്ലാഹു അൻഹുവിന്റെ ചരിത്രം. നോക്കൂ നിങ്ങൾ, എല്ലാ രൂപത്തിലും അന്ധകാരത്തിൽ കിടന്ന ആ ഒരു സമൂഹത്തെ ഉയർത്തിക്കൊണ്ടുവന്ന ഈ ഒരു ഖുർആൻ യഥാർത്ഥത്തിൽ നമ്മളെ എല്ലാ രംഗത്തു നിന്നും എല്ലാ ചൂഷണങ്ങളിൽ നിന്നും മുക്തമാക്കേണ്ടതുണ്ട്. ഇന്ന് വിശ്വാസ രംഗം ചൂഷണം നിറഞ്ഞതായിരിക്കുകയാണ്. അറേബ്യൻ മണ്ണിൽ ലാത്തയും ഉസ്സയും മനാത്തയും അങ്ങനെ നൂറുകണക്കിന് ദൈവങ്ങളുടെയും മറ്റു വസ്തുക്കളുടെയും ജീവനുള്ളതും ഇല്ലാത്തതുമായ പല വസ്തുക്കളുടെയും മുമ്പിൽ അവർ അള്ളാഹുവിനോടൊപ്പം അവർ കേൾക്കും, ഉത്തരം ചെയ്യും, അവർ നമ്മുടെ വേദനകൾ അറിയും, അവരിൽ വരമേൽപ്പിച്ചു കൊണ്ടിരുന്ന ഒരു ജനതയെ പ്രകാശത്തിലേക്ക് നയിച്ചിട്ടുണ്ടെങ്കിൽ ഇന്ന് ആ പ്രകാശം കയ്യിലുണ്ടായിട്ട് പോലും അള്ളാഹു അല്ലാത്തവരുടെ മുമ്പിൽ ആരാധനകളും നേർച്ചകളും വഴിപാടുകളും സമർപ്പിച്ച് ഒരു ജനത വഴികേടിലേക്ക് പോയിക്കൊണ്ടിരിക്കുകയാണ്. അപ്പൊ ഹൃദയങ്ങളിൽ മാറ്റമുണ്ടാകാൻ ഈ ഖുർആൻ കൊണ്ട് നമുക്ക് സാധിക്കേണ്ടതുണ്ട്. അതിന് ആ ഖുർആനിന്റെ ആഴങ്ങളിലേക്ക് നമ്മൾ ഇറങ്ങിയെങ്കിൽ മാത്രമേ മതിയാവുകയുള്ളൂ. അതിന് പഠനം അനിവാര്യമാണ്. അത്തരത്തിലുള്ള ഒരുപാട് സംവിധാനങ്ങൾ അൽഹംദുലില്ലാഹ് അള്ളാഹുവിന്റെ അനുഗ്രഹങ്ങൾ കൊണ്ട് നമ്മുടെ കൈകളിലുണ്ട്. പലപ്പോഴും ഈ മിമ്പറുകളിൽ സൂചിപ്പിച്ചിട്ടുള്ളതാണ്. പീസ് റേഡിയോയിൽ ഖുർആൻ എന്ന് പറയുന്ന ഒരു സ്റ്റേഷൻ തന്നെയുണ്ട്. ഖുർആൻ കേൾക്കാനും മനസ്സിലാക്കാനും പഠിക്കാനും. അതുപോലെ തന്നെ നമ്മളുടെ പിഞ്ചു മക്കൾക്കുള്ള ഒരു വലിയ സംവിധാനമാണ് സ്കൂൾ ഓഫ് ഖുർആൻ എന്നുള്ളത്. സ്കൂൾ ഓഫ് ഖുർആൻ എന്ന് പറയുന്ന സംവിധാനം ഇതിനു മുമ്പും ഈ മിമ്പറിൽ പറഞ്ഞിട്ടുള്ളതാണ്. 4 വയസ്സ് മുതൽ നമ്മുടെ മക്കളെ ഈ ഖുർആനിന്റെ ലോകത്തിലേക്ക് കൊണ്ടെത്തിക്കുകയാണ്. ഇവിടെ നേരത്തെ സൂചിപ്പിച്ചല്ലോ, ആ പരിശുദ്ധ ഖുർആനിന്റെ ലോകത്തേക്ക് നമ്മുടെ മക്കളെ അവർ ശുദ്ധ പ്രകൃതിയിലായിരിക്കെ കൊണ്ടെത്തിക്കുക എന്നുള്ളത് നമ്മുടെ ബാധ്യതയാണ്. പിന്നീട് അവർ പ്രകൃതി വിട്ട് മറ്റുള്ളതിലേക്ക് പോകുമ്പോൾ അതിന്റെ ഉത്തരവാദികളിൽ ഒന്ന് നമ്മളാണ്. എന്തുകൊണ്ട്? കൊടുക്കേണ്ട സമയത്ത് കൊടുക്കാത്തതിന്റെ പേര് നമ്മൾ ഉത്തരവാദികളാണ്. അതുകൊണ്ട് അൽഹംദുലില്ലാഹ് കായംകുളത്ത് സ്കൂൾ ഓഫ് ഖുർആന്റെ ഒരു സംവിധാനം വർഷങ്ങളായി വളരെ നല്ല രൂപത്തിൽ മുന്നോട്ട് പോവുകയാണ്. ആ സ്ഥാപനത്തിലേക്ക് നമ്മളുടെ അറിവിലോ പരിചയത്തിലോ ഉള്ള ഈ മക്കൾക്ക് ആ സംവിധാനത്തെ പരിചയപ്പെടുത്തി കൊടുക്കുകയും അവരെ ഇതിലേക്ക് എത്തിക്കുകയും ചെയ്യണം. അൽഹംദുലില്ലാഹ് 5 വയസ്സിലും 6 വയസ്സിലും ഒക്കെ നമ്മുടെ മക്കൾ ഖുർആൻ ഓതുന്നത് നിങ്ങൾ കേൾക്കണം. തജ്വീദിന്റെ നിയമങ്ങൾ അനുസരിച്ച് അവരുടെ വായിൽ നിന്ന് വരുന്ന അക്ഷരങ്ങളുടെ മഖ്റജുകൾ നിങ്ങൾ ശ്രദ്ധിക്കണം. നമ്മളുടെ മക്കൾ 8 വയസ്സിലും 9 വയസ്സിലും 10 വയസ്സിലും 11 വയസ്സിലും ഒക്കെ ഏതെങ്കിലും സ്ഥാപനങ്ങളിൽ പോയിരുന്ന് ആദ്യം ഹിഫ്ദിന് പോകുന്ന കുട്ടികൾ പഠിക്കുന്ന നൂറാനി 4-ാമത്തെ വയസ്സിൽ നമ്മുടെ കുഞ്ഞുങ്ങൾ ഓടും. പക്ഷേ ഞാൻ എന്റെ മക്കൾ പഠിക്കുന്നത് കൊണ്ടാണ് ഞാൻ അത്രയും ഉറപ്പിച്ച് പറയുന്നത്. ആ സ്കൂൾ ഓഫ് ഖുർആനുമായി ഒരു ബന്ധം ഉള്ളത് കൊണ്ട് നമുക്ക് പൂർണ്ണമായിട്ട് അത് അറിയാൻ പറ്റും. അതുകൊണ്ട് ആ സംവിധാനത്തെ എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ ഏറ്റെടുക്കണം. നമ്മളുടെ മക്കൾ നിർബന്ധമായും ഞായറാഴ്ച ഒരു ദിവസമാണ് ഓഫ്ലൈൻ ക്ലാസ്. പിന്നെ ഏതെങ്കിലുമൊക്കെ പബ്ലിക് ഹോളിഡേ വരുമ്പോൾ ക്ലാസ് ഉണ്ടാവും. അതല്ലാതെ ഓൺലൈനിലൂടെ എല്ലാ ദിവസവും കുട്ടികളെ ഫോളോ അപ്പ് ചെയ്ത് അവർ എല്ലാ ദിവസവും രാവിലെയും വൈകുന്നേരവും പ്രഭാതത്തിൽ ചൊല്ലേണ്ട പ്രാർത്ഥനകൾ വോയിസ് അയക്കും, വൈകുന്നേരം ചൊല്ലേണ്ട പ്രാർത്ഥനകൾ വോയിസ് അയക്കും, വീട്ടിലെ മര്യാദകൾ അവർ പഠിക്കും, എല്ലാം പഠിക്കും. അതുകൊണ്ട് സ്കൂൾ ഓഫ് ഖുർആനിലേക്ക് 4 വയസ്സുള്ള അല്ലെങ്കിൽ 6 വയസ്സുള്ള ആ പ്രായത്തിലുള്ള നമ്മുടെ കുഞ്ഞുങ്ങളെ അവിടെ കൊണ്ട് ചേർക്കാൻ നിങ്ങൾ എല്ലാവരും ഇപ്പോൾ തന്നെ തീരുമാനമെടുക്കണം. അതിന് ഇവിടെ ഷെമീമൊക്കെ ഒന്ന് കോണ്ടാക്ട് ചെയ്താൽ അവർ വഴി അതിന്റെ കൂടുതൽ വിവരങ്ങൾ നിങ്ങൾക്ക് അറിയാൻ സാധിക്കും. അതുപോലെ തന്നെ 2-ാമത്തെ കാര്യം, ഖുർആൻ പഠിക്കുകയും പഠിപ്പിക്കുകയും ചെയ്യുന്ന ഉത്തമ സമൂഹമാണ് യഥാർത്ഥത്തിൽ ഏറ്റവും ശ്രേഷ്ഠരായവർ. അതുകൊണ്ട് തന്നെ നമ്മളുടെ കീഴിൽ ഈ ഖുർആൻ പഠിച്ചുകൊണ്ടിരിക്കുന്ന ധാരാളം മക്കളുകൾ പഠിച്ചുകൊണ്ടിരിക്കുന്ന ഒരു വലിയ സംവിധാനമാണ് ജാമിഅ അൽ ഇസ്ലാമിയ എന്ന് പറയുന്ന മിനി ഊട്ടി, മലപ്പുറം ജില്ലയിലെ മിനി ഊട്ടി എന്ന് പറയുന്ന പ്രദേശത്തുള്ള നമ്മുടെ സ്ഥാപനം. 100 കണക്കിന് വിദ്യാർത്ഥികൾ ഇപ്പോൾ തന്നെ പുറത്തിറങ്ങി പള്ളികളിൽ ഖുതുബകൾ നിർവഹിക്കുന്നു, മസ്ജിദുകളിൽ നേതൃത്വം കൊടുക്കുന്നു, പണ്ഡിതോചിതമായ പല ക്ലാസുകൾക്കും നേതൃത്വം കൊടുക്കുന്നു. എല്ലാ രൂപത്തിലും വലിയ ഒരു റിസൾട്ട് നമുക്ക് ലഭിച്ചുകൊണ്ടിരിക്കുന്ന ഒരു വലിയ സ്ഥാപനമാണ് വടക്കൻ കേരളത്തിലുള്ള
ജാമിയ അൽ ഹിന്ദു, അതോടൊപ്പം തെക്കൻ കേരളത്തിലെ ആറ്റിങ്ങലിനടുത്ത് ആലങ്കോട് പിന്നെ ദാറുൽ അർഖം എന്ന് പറയുന്ന ഒരു സ്ഥാപനവും. ഇത് രണ്ടും കേരളത്തിന്റെ അപ്പുറവും ഇപ്പുറവും നിന്ന് പ്രവർത്തിച്ചുകൊണ്ടിരിക്കുകയാണ്. ഈ സ്ഥാപനത്തെ നമ്മളൊക്കെയാണ് ഒന്ന് കൈകോർത്ത് ഏറ്റുപിടിക്കേണ്ടത്. അവരുടെ ഒരു എല്ലാം സൗജന്യമായിട്ടാണ് ഈ കുട്ടികൾക്ക് കൊടുക്കുന്നത്. മിക്കുള്ളൂ ഹിഫ്ള് പഠിക്കുന്നുണ്ട്, പെൺകുട്ടികളുടെ സ്ഥാപനമുണ്ട്, ആൺകുട്ടികളുടെ സ്ഥാപനമുണ്ട്. അവരുടെ ഒരു വർഷത്തേക്കുള്ള ചിലവിൽ ഒരു വലിയ വിഹിതം അവർ കണ്ടെത്തുന്നത് ഈ റമദാൻ മാസത്തിലാണ്. നമ്മളെല്ലാം കൈ അയച്ച് സഹായിക്കുന്ന മാസമാണ്. ആ സമയത്ത് ആ കുട്ടികളുടെ പഠനം അവർ പുറത്തിറങ്ങുമ്പോഴുണ്ടാകുന്ന റിസൾട്ട് ഇതൊന്നും ചെറുതല്ല. നമ്മൾ കൊടുക്കുന്ന കയ്യിലുള്ള നമ്മളുടെ തുക എത്രയാണോ നമ്മൾ കൊടുക്കുന്നത്, ആ കൊടുക്കുന്നതിന്റെ മനസ്സനുസരിച്ച് നമുക്ക് ഇഷ്ടം പോലെ പ്രതിഫലം തിരിച്ചു കിട്ടും, യാതൊരു സംശയമില്ല. കാരണം അവിടെ നിന്ന് ഇറങ്ങുന്ന കുട്ടികൾ റിസൾട്ടുള്ള കുട്ടികളാണ്, മിമ്പറുകൾ കയറി ഖുത്വ പറയുന്ന കുട്ടികളാണ്, ക്ലാസുകൾ നയിക്കുന്ന കുട്ടികളാണ്, ഖുർആൻ ക്ലാസുകൾക്ക് നേതൃത്വം കൊടുക്കുന്ന കുട്ടികളാണ്. പല സ്ഥാപനങ്ങളിലും അവർ അധ്യാപകരായി പഠിപ്പിച്ചുകൊണ്ടിരിക്കുകയാണ്. ഇവർക്കൊക്കെ നമ്മളുടെ ഒരു വിഹിതം കൊടുക്കുമ്പോൾ അവർ പ്രവർത്തിക്കുന്ന നന്മകളുടെ ഒരു ഓഹരി ആർക്ക് കിട്ടും? ഇതിനു വേണ്ടി സാമ്പത്തികമായി സപ്പോർട്ട് ചെയ്ത് നമുക്ക് കിട്ടും, ഒരു സംശയമില്ല. അതുകൊണ്ട് നമ്മൾ മുതൽ മുടക്കുമ്പോൾ ഏറ്റവും നല്ല വരുമാനം എന്നുള്ളത് നോക്കിയിട്ടല്ലേ നമ്മൾ മുതൽ മുടക്ക് നടത്തുന്നത്. ഏറ്റവും ലാഭകരമായ സ്ഥലത്താണ് നമ്മൾ മുതൽ മുടക്ക് നടത്തുന്നത്. അതുപോലെ ലാഭകരമായ ബിസിനസ്സുകളായി പരലോകത്തേക്കുള്ള ഒരു ഏറ്റവും വലിയ മുതൽ മുടക്കാണ് ജാമിയ അൽ ഹിന്ദ്, ദാറുൽ അർഖം, പീസ് റേഡിയോ, അങ്ങനെയുള്ള സംവിധാനങ്ങൾ. അതുപോലെ നമ്മളിപ്പോ ഇരിക്കുന്ന ഈ മസ്ജിദ്, ഇതിന്റെ പ്രവർത്തനങ്ങളുമായി ബന്ധപ്പെട്ട് നമ്മളുടെ സഹകരണം അനിവാര്യമായി ഉണ്ടാകേണ്ടതാണ്. ഇപ്പൊ അതിന്റെ കുറെ മെയിൻ്റനൻസ് കാര്യങ്ങളൊക്കെ നടന്നു. അതുപോലെ റമദാനിന്റെ പ്രവർത്തനങ്ങൾ നടന്നുകൊണ്ടിരിക്കുകയാണ്, ഇനിയും മുന്നോട്ട് പോകേണ്ടതുണ്ട്. അപ്പൊ അതൊക്കെ നമ്മളുടെ മനസ്സിലുണ്ടാകണം. എല്ലായിടത്തും നമ്മളുടെ ഒരു പങ്ക് നമ്മൾ കൊടുക്കുക. അത് ഓരോരുത്തർക്കും ഉള്ളതനുസരിച്ച് അത് വിഹിതം വെച്ച് കൊടുത്താൽ മതി. എല്ലാവർക്കും ഒരുപോലെ ആയിക്കൊള്ളണമെന്നില്ല. 10,000 ഉള്ളവർ 10,000 വീതം വെക്കണം, എല്ലായിടത്തും എത്തിക്കണം. 50,000 ഉള്ളവർ അത് അങ്ങനെ ചെയ്യണം. സക്കാത്ത് കൊടുക്കേണ്ടടുത്ത് സക്കാത്ത് കൃത്യമായിട്ട് കൊടുക്കണം. അങ്ങനെ എല്ലാ രൂപത്തിലും ഒരു പ്ലാനിങ് നടത്തിയാൽ എല്ലാ ഭാഗത്തു നിന്നുള്ള പുണ്യവും നമുക്ക് കിട്ടും. നാളെ പരലോകത്ത് എത്തുമ്പോഴായിരിക്കും നമുക്ക് അത് അറിയാൻ പറ്റും അതിന്റെ വ്യാപ്തി. ഇപ്പൊ ഇവിടെ നമുക്ക് കണക്കൂട്ടാൻ പറ്റൂല. പ്രത്യേകിച്ച് റമദാനിൽ അള്ളാഹു തആല പറഞ്ഞല്ലോ, അള്ളാഹുവാണ് പ്രതിഫലം നൽകുന്ന ഓരോന്നിനും, നോമ്പുകൾ അടക്കം. അതിനൊന്നും കണക്കില്ലാത്ത പ്രതിഫലമാണ്. അതുകൊണ്ട് നമ്മൾ അതൊക്കെ ഒന്ന് ആലോചിക്കുകയും ചിന്തിക്കുകയും ചെയ്യുക. നല്ല രൂപത്തിൽ റമദാനെ ഉപയോഗപ്പെടുത്തുക. റബ്ബ് സുബ്ഹാനഹു വ തആല ആ രൂപത്തിൽ എല്ലാ രൂപത്തിലും നന്മ കൊണ്ട് മുന്നേറാനുള്ള തൗഫീഖ് നമുക്ക് പ്രദാനം ചെയ്യട്ടെ. കഴിഞ്ഞ ദിനരാത്രങ്ങളിൽ നമ്മൾ അനുഷ്ഠിച്ച നോമ്പുകൾ, നമസ്കാരങ്ങൾ, ദാനധർമ്മങ്ങൾ എല്ലാം അല്ലാഹു നമ്മിൽ നിന്നും സ്വീകരിക്കുമാറാകട്ടെ. നമ്മളുടെ പാപങ്ങൾ പുറത്ത് പരിശുദ്ധി നേടി ഈ റമദാനിൽ നിന്നും പുറത്തിറങ്ങാനുള്ള തൗഫീഖ് അല്ലാഹു നമുക്കെല്ലാം പ്രദാനം ചെയ്യുമാറാകട്ടെ. നമ്മുടെ കുടുംബങ്ങളിൽ, നമ്മുടെ ഉപജീവനത്തിൽ, നമ്മളുടെ എല്ലാ രംഗത്തുമുള്ള ഇണകളിൽ, മക്കളിൽ, എല്ലാ രംഗത്തും അല്ലാഹു സുബ്ഹാനഹു വ തആല നമുക്ക് ഖൈറും ബറക്കത്തും പ്രദാനം ചെയ്യുമാറാകട്ടെ. ജീവിതത്തിൽ സംഭവിച്ചു പോയ ചെറുതും വലുതുമായ പാപങ്ങൾ നീ വിട്ടുപുറത്ത് മാപ്പാക്കി തരണമേ റഹ്മാനെ. ഞങ്ങളിൽ നിന്ന് മരണപ്പെട്ടു പോയവരുടെ ഖബറിടം വിശാലമാക്കണമേ അല്ലാഹ്. രോഗങ്ങൾ കൊണ്ട് പ്രയാസപ്പെടുന്നവരുണ്ട് റബ്ബേ. പല വിധത്തിലുമുള്ള മാരക രോഗങ്ങൾക്ക് അടിമപ്പെട്ട് പിന്നെ കിടക്കയിൽ കിടക്കുന്ന സാഹചര്യത്തിൽ കഴിയുന്ന ഒരുപാട് പ്രായം ചെന്നവരും അല്ലാത്തവരും ഒക്കെയുണ്ട്. എല്ലാം അറിയുന്ന റഹ്മാനെ, ഷിഫയാണ് അവർക്ക് ഏറ്റവും ഹൈറെങ്കിൽ അത് നീ എത്രയും വേഗം പ്രദാനം ചെയ്യണമേ അല്ലാഹ്. അല്ലാഹു എല്ലാ രംഗത്തും നന്മയിൽ മുന്നേറുവാൻ, നന്മയുടെ മാർഗത്തിൽ പ്രവർത്തിക്കുവാൻ, അങ്ങനെ നെറ്റിത്തടത്തിൽ വിയർപ്പുമായി ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്ന കലിമത്തുൽ തൗഹീദിന്റെ വചനം ഉച്ചരിച്ച് മരിക്കാൻ നീ ഞങ്ങൾക്കെല്ലാം തൗഫീഖ് പ്രദാനം ചെയ്യണമേ റഹ്മാനെ. അല്ലാഹു ലോകത്തിന്റെ നാനാഭാഗങ്ങളിൽ പലവിധ പരീക്ഷണങ്ങൾക്ക് അടിമപ്പെട്ട് പലവിധ പരീക്ഷണങ്ങൾ കഴിയുന്ന സഹോദരങ്ങളുണ്ട്, സഹോദരിമാരുണ്ട്, ഉമ്മമാരുണ്ട്. എല്ലാവർക്കും നീ സമാധാനവും നിർഭയത്വവും കാരുണ്യവും പ്രദാനം ചെയ്യണമേ റഹ്മാനെ. അല്ലാഹു അഫ്ദൽ മുഅ്മിനീന വൽ മുഅ്മിനാത്ത് വൽ മുസ്ലിമീന വൽ മുസ്ലിമാത്ത് അൽ അഹ്യാഇ മിൻഹും വൽ അംവാത്ത്. റബ്ബനാ ആതിനാ ഫിദ് ദുനിയ ഹസന വഫിൽ ആഖിറതി ഹസനത വഖിനാ അദാബന്നാർ. റബ്ബനാ ഹബ് ലനാ മിൻ അസ്വാജിനാ വദുർരിയ്യാതിനാ ഖുർറത അയുൻ വജഅൽനാ ലിൽ മുത്തഖീന ഇമാമാ. റബ്ബനാ ഇഗ്ഫിർ ലനാ വലി ഇഖ്വാനിന الذين سبقونا بالإيمان فلا تجعل في قلوبنا غلا للذين آمنوا ربنا إنك رؤوف رحيم. ربنا تقبل منا صيامنا وصلاتنا وركوعنا وسجودنا واعتدالنا وتب علينا إنك أنت التواب الرحيم. آمين برحمتك يا أرحم الراحمين. وصلى الله وسلم على نبينا محمد وعلى آله وصحبه أجمعين. الحمد لله رب العالمين.